പീപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മനസ്സു നിറയെ സംഗീതമുള്ള സുഹൃത്തുക്കളുടെ ഇഷ്ടഗാനങ്ങളാണ് എൻ്റെ ഇഷ്ടഗാനങ്ങൾ എന്ന പ്രോഗ്രാമിലൂടെ പീപ്സ് യൂട്യൂബ് ചാനൽ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുന്നത്. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ശ്രീ പ്രസാദാണ്. കോട്ടയത്തെ സംഗീത സായാഹ്നങ്ങളിലെ നിറസാന്നിധ്യമായ ശ്രീ പ്രസാദിൻ്റെ പാട്ടുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. ചാനൽ ഇഷ്ടമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ വരികൾക്ക് ദേവരാൻ മാസ്റ്റർ സംഗീതം നൽകി ശ്രീ യേശുദാസ് പാടിയ പാട്ടാണ് ഇവിടെ പാടുന്നത്. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമൻ കേരളം. കേരളം കേരളം കേളികൊട്ടുയരുന്ന കേരളം, കേളി കദംബം പൂക്കും കേരളം, കേരകേളി സദനമാമൻ കേരളം. പ്രസാദ്, പാട്ട് വളരെ നന്നായിട്ടുണ്ട്. കേരളം കേരളം എന്ന പ്രസിദ്ധമായ പാട്ട് പ്രസാദ് വളരെ നന്നായി തന്നെ പാടിയിട്ടുണ്ട്. നമുക്കിനി അടുത്ത പാട്ട് ഏതാണെന്ന് നോക്കാം. ഉദ്യോഗസ്ഥ എന്ന ചിത്രത്തിന് വേണ്ടി MS ബാബുരാജ് സംഗീതം നൽകിയ പാട്ടാണ്. യൂസഫ് കാച്ചിയുടേതാണ് വരികൾ. ജയചന്ദ്രനാണ് പാടിയിരിക്കുന്നത്. ഓക്കെ, പാട്ട് ഏതാ? അനുരാഗ ഗാനം പോലെ. അനുരാഗ ഗാനം പോലെ വളരെ പ്രസിദ്ധമായൊരു മലയാളം പാട്ടാണത്. നമുക്കതൊന്ന് പാടി നോക്കാം. അനുരാഗ ഗാനം പോലെ, അഴകിൻ്റെ അല പോലെ, ആരു നീ ദേവതേ. അനുരാഗ ഗാനം പോലെ, അഴകിൻ്റെ അല പോലെ, ആരു നീ ദേവതേ. പ്രസാദ് എത്രാമത്തെ വയസ്സ് മുതൽ പാടി തുടങ്ങിയതാണ്? ചെറുപ്പം മുതൽ, വളരെ ചെറുപ്പത്തിലെ പാട്ടിനോട് ഭയങ്കര കമ്പമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കെ കോളേജിൻ്റെ തൊട്ടടുത്താണ് എൻ്റെ വീട്. അപ്പോൾ ഹോസ്റ്റലിൽ പാട്ടുകളെല്ലാം കേൾക്കും. വൈകുന്നേരം ആകുമ്പോൾ ഹോസ്റ്റലിൽ പാട്ട് കേൾക്കും വെക്കും. അപ്പം അങ്ങനെ കേട്ട് പഠിച്ചതാണ്. പാട്ടിനോടുള്ള അതിവിഭ്രമം എന്ന് പറയാം. എവിടെങ്കിലും പോയി പാട്ട് പഠിച്ചിട്ടുണ്ടോ? പാട്ട് സംഗീതം പഠിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് പോകുന്ന കലാക്ഷേത്രത്തിലാണ്. കലാക്ഷേത്രം, കോട്ടയം കലാക്ഷേത്രത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ തൃപ്പൂണിത്തുറ സംഗീത കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന PI സുഗു എന്ന് പറഞ്ഞ സാറുണ്ട്. സുഗുവിൻ്റെ സാറിൻ്റെ കീഴിൽ പഠിച്ചിരുന്നു. അത് ഞാനും എൻ്റെ വൈഫും പഠിച്ചിരുന്ന സാറിൻ്റെ കീഴിൽ പഠിച്ചിരുന്നതാണ്. അങ്ങനെ പക്ഷെ അതൊന്നും അരങ്ങേറ്റം നടത്താൻ പറ്റിയിട്ടില്ല. പഠിച്ചു എന്ന് മാത്രം. കുറച്ച് പഠിച്ചു. പിന്നെ ഓരോ പ്രശ്നങ്ങളായിട്ട് പിന്നെ അതുമായിട്ടൊന്നും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. പല ജീവിത പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ഓട്ടോറിക്ഷ ഓടിക്കലാണ് ഇപ്പോഴത്തെ ജീവിതമാർഗം. അതിനിടയ്ക്കും പാട്ടിനോടുള്ള കമ്പം വിട്ടിട്ടില്ല. അതിനിടയ്ക്കുണ്ട്. അന്ന് നേരത്തെ ഞാൻ DC ബുക്സിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ DC ബുക്സിൽ ജോലി ചെയ്ത സമയത്ത് അപ്പം വൈകുന്നേരങ്ങളിലെ ശനിയാഴ്ചകളിൽ അല്ല ഞായറാഴ്ചകളിലൊക്കെ ജോലി കഴിഞ്ഞിട്ടൊക്കെ ഉള്ള സമയമുണ്ടല്ലോ. ആ സമയത്ത് അപ്പം അവിടെ ആ സമയത്തും ഉണ്ട്. അപ്പം അങ്ങനെ പോയി പഠിച്ചു. പിന്നെ 2005 അവിടുന്ന് പിരിഞ്ഞു. 2007 കുവൈറ്റിന് യാത്രയായി. അവിടെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങോട്ട് പോയി. അവിടുന്ന് ഞാൻ കോവിഡായിട്ട് തിരിച്ചു വന്ന 2020 തിരിച്ചു വന്ന. അപ്പം അങ്ങനെ പിന്നെ ഒരു ഓട്ടോറിക്ഷ എടുത്തു. വേറെ ഇതാണ് ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചു നടക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഇടയ്ക്കും സംഗീതം കൈവിട്ടില്ല. സംഗീതത്തോടുള്ള ആഗ്രഹം കൈവിട്ടില്ല. ഒരിക്കലും നല്ലൊരു സംഗീത ആസ്വാദകനായും ഒരു പാട്ടുകാരനായും ഒക്കെ തുടരുകയാണ്. തീർച്ചയായും മരണം വരെ ഉണ്ടാവും സംഗീതത്തിന്റെ. പാട്ടിനെ വിട്ടൊരു കളിയില്ല. ഓക്കെ, നമുക്കിനി അടുത്ത പാട്ട് ഏതാന്ന് നോക്കാം. അടുത്തതായി ആലപിക്കുന്ന ഗാനം 1968 KS സേതുമാധവൻ സാറ് സംവിധാനം ചെയ്ത പൂക്കൾ കഥ പറയുന്നു എന്ന ചിത്രത്തിൽ വയലാറിൻ്റെ വരികൾക്ക് ദേവരാൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. ഏതാണ് ആ പാട്ട്? പാരിജാതം തിരുമൊഴി തുറന്നു. പാരിജാതം തിരുമൊഴി തുറന്നു വളരെ പ്രസിദ്ധമായ പാട്ടാണ്. ഒരു തലമുറ അല്ലെങ്കിൽ അത് കാലത്ത് അതിജീവിച്ചു പോയൊരു പാട്ടാണ് അല്ലേ? ഇപ്പോഴും ആ പാട്ട് ഹിറ്റാണ്. തീർച്ചയായിട്ടും. ശരി, പാടി.
പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരിപ്പൂത്തു വിടർന്നു നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. പാരിജാതം തിരുമിഴി തുറന്നു പവിഴമുന്തിരിപ്പൂത്തു വിടർന്നു നീലോൽപലമിഴി നീ മാത്രമെന്തിനുറങ്ങി. വളരെ നന്നായിട്ടുണ്ട്. ഇത് ഈ പാട്ട് എഴുതിയതാരാന്നാ പറയാ? പി ഭാസ്കരൻ മാഷാണോ? അല്ല, വയലാർ രാമവർമ്മ സാറിൻ്റെ പാട്ടാണ്. ഓക്കെ, വളരെ വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാട്ട്. അടുത്തതായിട്ട് ആലപിക്കുന്ന ഗാനം 1968 പുറത്തിറങ്ങിയ കറുത്ത പൗർണമി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് പി ഭാസ്കരൻ മാസ്റ്റർ എൻ്റെ വരികൾക്ക് അർജുൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടാണ്. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. തകരുമെൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി തരളമധുരമൊരു പാട്ടുപാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. തകരുമെൻ സങ്കൽപ്പത്തിൻ തന്ത്രികൾ മീട്ടി തരളമധുരമൊരു പാട്ടുപാടാം. ഹൃദയമുരുകി നീ കരയില്ലെങ്കിൽ കഥനം നിറയുമൊരു കഥ പറയാം. അണിയറ എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി ശ്രീ യേശുദാസ് പാടിയ പാട്ടാണ്. അനഘ സങ്കൽപ്പ ഗായികേ മാനസ മണിവിപഞ്ചികാവാധിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിലെൻ്റെ കിനാവുകൾ. അനഘ സങ്കൽപ്പ ഗായികേ മാനസ മണിവിപഞ്ചികാവാദിനി നിന്നുടെ മൃദുകരാങ്കുല സ്പർശനാലിംഗന മദലഹരിയിലെൻ്റെ കിനാവുകൾ. 1973 പുറത്തിറങ്ങിയ യാമിനി എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ശ്രീ കാനം ഇജെ രചിച്ച് അർജുൻ മാസ്റ്റർ സംഗീതം നൽകി ശ്രീ യേശുദാസ് ആലപിച്ച ഗാനമാണ്. സ്വയംവരകന്യകേ സ്വപ്നഗായികേ സഖി സ്വർഗകവാടം തുറക്കൂ സപ്തസ്വരങ്ങൾ മുഴക്കൂ. സ്വയംവരകന്യകേ സ്വപ്നഗായികേ സഖി സ്വർഗകവാടം തുറക്കൂ സപ്തസ്വരങ്ങൾ മുഴക്കൂ. സ്വയംവരകന്യകേ. 1976 പുറത്തിറങ്ങിയ അയൽക്കാരി എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണ്. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനി നീർമഴയിൽ പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു ഇന്ദ്രിയങ്ങളിലതു പടരുന്നു പകൽക്കിനാവിൻ പനി നീർമഴയിൽ
പണ്ടു നിൻമുഖം പകർന്ന ഗന്ധം ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു. അടുത്തതായി 1969 പുറത്തിറങ്ങിയ കള്ളിച്ചെല്ലമ്മ ചിത്രത്തിനു വേണ്ടി ഭാസ്കർ മാസ്റ്ററുടെ വരികൾക്ക് രാഘവൻ മാസ്റ്റർ സംഗീതം നൽകി പി ജയേന്ദ്രൻ ആലപിച്ച ഗാനമാണ്. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. കരിമുകിൽ കാട്ടിലെ രജനി തൻ വീട്ടിലെ കനകാംബരങ്ങൾ വാടി കടത്തുവള്ളം യാത്രയായി യാത്രയായി കരയിൽ നീ മാത്രമായി. 1972 പുറത്തിറങ്ങിയ ഗന്ധർവക്ഷേത്രം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനമാണ്. ഓക്കെ, ഏതാ പാട്ട്? ഏതാ? ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും. ഓക്കെ, ശരി ശരി, പാടും. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. ഇന്ദ്രവല്ലരി പൂച്ചൂടി വരും സുന്ദര ഹേമന്തരാത്രി എന്നെ നിന്മാറിലെ വനമാലയിലെ മന്ദാരമലരാക്കൂ ഇവിടം വൃന്ദാവനമാക്കൂ. 1974 പുറത്തിറങ്ങിയ ചട്ടക്കാരി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകി യേശുദാസ് പാടിയ പാട്ടാണ് അടുത്തതായി പാടുന്നത്. ഈ ചട്ടക്കാരി ഇപ്പൊ അടുത്ത കാലത്ത് റീമേക്ക് ചെയ്തെന്ന് റീമേക്ക് ചെയ്തിട്ടുണ്ട്. വന്നു, അത് റിലീസായിരുന്നു. അത് റിലീസായെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഞാനിപ്പം പടങ്ങൾ അങ്ങനെ പഴയ ഒന്നും കാണാറില്ല, പടങ്ങൾ കാണാറില്ല. ചട്ടക്കാരി നമ്മുടെ രതിനിർവേദമൊക്കെ വന്ന പോലെ ചട്ടക്കാരി രണ്ടാമത് അവര് ഇറക്കിയത് ഇത് പമ്മന്റെ നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമയാണ്. ശരി ശരി. അപ്പൊ പാട്ട് ഏതാന്ന് പറഞ്ഞു? മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. മന്ദസമീരനിൽ ഒഴുകി ഒഴുകിയെത്തും ഇന്ദ്രചാപം നീ മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ. അപ്പൊ ശരി, നമുക്കിനി ഒരു പാട്ടും കൂടെ പാടിയിട്ട് അവസാനിപ്പിക്കാം. ഒരു പാട്ടുകൂടെ പാടാം. അടുത്തതായി ദോസ്തി എന്ന ചിത്രത്തിൽ മുഹമ്മദ് റാബി സാബ് പാടിയ ഒരു പാട്ടാണ്. कोई जब राह न पाए मेरे संग आए के पग पग दीप जलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार. कोई जब राह न पाए मेरे संग आए के पग पग दीप जलाए मेरी दोस्ती मेरा प्यार मेरी दोस्ती मेरा प्यार. പ്രസാദ്, നമ്മുടെ ലോകത്ത് സാധാരണക്കാരുടെ മനസ്സിലൊക്കെ സംഗീതമുണ്ട്. എല്ലാവരും വലിയ പാട്ടുകാരായിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും പാട്ട് നന്നായി അവതരിപ്പിക്കാൻ കഴിഞ്ഞോളണമെന്നില്ല. പക്ഷേ നമ്മുടെ ജനസമൂഹത്തിൽ
വളരെയധികം ആൾക്കാരുടെ മനസ്സിൽ, അവരുടെ ഉള്ളിൽ നല്ല ശുദ്ധമായ സംഗീതമുണ്ട്. ആ സംഗീതം പാടി കേൾപ്പിക്കാൻ കഴിയുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. അങ്ങനെ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ള ഏറെ പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിലൊരാളാണ് പ്രസാദ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വരാനും സാധാരണക്കാരനായി ചാനലിൽ വരാനും ചാനലിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി കുറച്ച് പാട്ടുകൾ പാടിത്തരാനും കഴിഞ്ഞതിൽ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. നമുക്ക് ഇനി വീണ്ടും കാണാം. ഇത്രയും പാട്ടുകൾ ഞങ്ങൾക്ക് വേണ്ടി പാടിയതിന് വളരെയധികം നന്ദി. ആദ്യമായിട്ട് പീപ്സ് യൂട്യൂബ് ചാനലിൽ ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെ ഒരു അവസരം നൽകിയ പീപ്സ് യൂട്യൂബ് ചാനലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.